എസ് വി ഗോപാലകൃഷ്ണൻ, ഈ തൊണ്ടി മുതലുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഈ സ്വർണം ഒരുക്കിയത് ഞാനതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് അല്ല, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ താങ്കളോടല്ല, ഇവിടെ ഒരു ഗോപാലകൃഷ്ണൻ ഇരിപ്പുണ്ട്, നമ്മുടെ റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തോടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. യെസ്, പറഞ്ഞോളൂ. സോറി. ഈ സ്വർണം ഒരുക്കിയ ഈ പാളി മറ്റേ കട്ടളപ്പാളി ഇതിൻ്റെയൊക്കെ സ്വർണം ഉരുക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഞാനാണ് SITയുടെ ചീഫ് എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ CBIയിലാണെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഈ കട്ടളപ്പാടിയെ തന്നെ കടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ലോയേഴ്സ് ഉണ്ട്. ഈ കപൂറോ അല്ലെങ്കിൽ മറ്റേ സ്മാർട്ട് ക്രിയേഷൻസ്, ഭണ്ഡാരി, ഇവർക്ക് നല്ല അവരെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഒരുക്കിയ സ്വർണ്ണം ഹാജരാക്കാം എന്ന് പറഞ്ഞാൽ ആരെ കൊടുത്തു കൊടുത്തു അത് അതേപോലെ കോടതി തിരിച്ചു കൊടുക്കും ആ ഒരുക്കിയ സ്വർണം. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരുക്കിയ സ്വർണ്ണമാണ് ഈ സ്വർണ്ണപ്പള്ളിയിൽ നിന്ന് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പല നമ്മുടെ തെഫ്റ്റ് കേസിൽ ഈ സ്വർണ്ണമാല തിരിച്ച് ഇവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പോലീസ് ചില കേസുകൾ ചെയ്യുന്ന സ്വർണ്ണമാല തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, റിക്കവർ ചെയ്യും. അന്ന് ഞാൻ അവനെ ജുവലറിക്കാരനെ വരട്ടും, മാല കൊണ്ടുവരാൻ പറയും, എന്നാലേ കേസ് ശിക്ഷിക്കുള്ളൂ. അപ്പോൾ ഇത് ഈ കട്ടളപ്പാടിയും മറ്റേ ഇതുമെല്ലാം കടത്തി കാണും. അല്ലെങ്കിൽ ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് പൂജിച്ചില്ലേ, അതേപോലെ ഇത് ആരെങ്കിലും ഇപ്പോഴും ഇരുത്ത് പൂജിക്കായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി റെഡ് ഹെറിങ് ഈ വഴി തിരിച്ചളഞ്ഞ്, ഈ കോഴ്സ് തന്നെ തിരിച്ചളഞ്ഞ് ഇൻവെസ്റ്റേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനത് വിശ്വസിക്കാൻ തയ്യാറില്ല. നിങ്ങളെ ഒരുക്കിയ സ്വർണം ഞങ്ങൾക്ക് വേണ്ട. അത് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കണോണ്ടാണ് SIT അത് റിക്കവർ ചെയ്യാത്ത. SITക്ക് അറിഞ്ഞൂടാ. ഇനി കഷ്ടകാലത്തിന് CBI വല്ലതും വന്നാൽ അങ്ങനെ നമ്മുടെ കേരള പോലീസിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഏത് കേസെന്ന് പറയുന്നില്ല. CBI വരുമ്പം ഇത് കട്ടളപ്പാടി റിക്കവർ ചെയ്താൽ തോന്നും വേറെ ഏതെങ്കിലും ചെട്ടിയാരുടെ ഒന്നോ അല്ലെങ്കിൽ ഭയങ്കര ധനാഠ്യൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് കള്ളമാവില്ലേ? അത് SITക്ക് അറിയാം. അതുകൊണ്ടാണ് SIT അത് റിക്കവർ ചെയ്യാത്തത്. അപ്പോൾ ഈ ഉരുക്കിയ സ്വർണ്ണം അതിപ്പം നമ്മുടെ B ഗോപാലകൃഷ്ണനൊക്കെ നന്നായിട്ടറിയാം, ഈ അഡ്വക്കേറ്റായിട്ട് എല്ലാവർക്കും അറിയാം. ഈ ഉരുക്കിയ സ്വർണ്ണം റിസ്ക്കാണ്. ഉരുക്കിയ സ്വർണം തിരിച്ച് കൊടുക്കും കോടതി, മാത്രമല്ല കേസ് വിട്ടുപോവുകയും ചെയ്യും. യെസ്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ? ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനോട് ചോദിക്കാനാണ്. സാറ് പറഞ്ഞായിരുന്നല്ലോ സാറാണ് അന്വേഷിക്കാൻ പോകുന്നത് എങ്കിൽ ആദ്യം ചോദ്യം ചെയ്യുക തന്ത്രി ആയിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞതായിട്ട് ഞാൻ അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടു. അതെന്താണ് അതിന് കാരണം? ഇപ്പൊ പറഞ്ഞില്ല. ഇപ്പോഴല്ല, നേരത്തെ. നമുക്ക് പിന്നെ ആവാം. ചർച്ച വഴിതിരിച്ചു വിടരുത് ദയവ് ചെയ്തിട്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നോക്കൂ, ഇതിലെന്തായാലും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം ഒരു അട്ടിമറി ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ടും 90 ദിവസമായിട്ടും ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഉരുക്കിയ സാധനമൊക്കെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേസ് തെളിയിക്കപ്പെടാനും പോകുന്നില്ല. നോക്കൂ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. കാരണം SITയുടെ താല്പര്യം, ഞാൻ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നത്, SITയുടെ താല്പര്യം കേസ് തെളിയിക്കലല്ല. അത്ര പറഞ്ഞ് ഞാൻ നിർത്താം. കേസ് തെളിയിക്കാൻ ശ്രമം നടത്തൽ മാത്രമാണ്. ഇത് രണ്ടും രണ്ടാണ്. SITയുടെ ലക്ഷ്യം കേസ് തെളിയിക്കലല്ല, കേസ് തെളിയിക്കാൻ ശ്രമം നടത്തലാണ്. അതുകൊണ്ടാണ് CBI വരുന്നതിനെ ഇവർ ഭയക്കുന്നത്. ഇപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശിവപ്രസാദ്, അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായി എനിക്ക് ഒരു വിരോധമില്ല. പൊതുവേ CPMൻ്റെയും ഏതൊരു വ്യക്തിയോടും ബഹുമാനത്തോട് സംസാരിക്കുന്ന ആളാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അതിശക്തമായി വീണ്ടും വിമർശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തന്ത്രി കായംകുളം കൊച്ചുണ്ണിയാണെന്നാണ്. തന്ത്രി കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ പിണറായി വിജയൻ കായംകുളം കൊച്ചുണ്ണിയുടെ അപ്പൂപ്പനാണ്. 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്കൽ ടു 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്കൽ ടു ഒരു പിണറായി വിജയനാണ്. കാരണം കായംകുളം കൊച്ചുണ്ണിക്ക് അടിമകളില്ല വ്യാഖ്യാനിക്കാൻ. പിണറായി വിജയന് ധാരാളം അടിമകളുണ്ട്. കായംകുളം കൊച്ചുള്ളിക്ക് അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർന്നോട്ടെ പ്ലീസ്. ഐ റിക്വസ്റ്റ് യു. അല്ല, കായംകുളം കൊച്ചുണ്ണിക്ക് നുണ ഫാക്ടറികൾ കായംകുളം കൊച്ചുണ്ണിക്ക് നുണ ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ല. ഏത് ഈ ക്യാപ്സൂൾ ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് പിണറായി വിജയന് ക്യാപ്സൂൾ ഫാക്ടറി ഉണ്ട്.
കായംകുളം കൊച്ചുണ്ണിക്ക് SIT പോലെ അനുജ്ഞ പാലിക്കാൻ SIT ഉണ്ടായിരുന്നില്ല. പിണറായി വിജയന് അനുജ്ഞ പാലിക്കാൻ SIT ഉണ്ട്, ധാരാളമുണ്ട് സാർ. നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക, വാജിവാഹനം തന്ത്രി മോഷ്ടിച്ചുകൊണ്ട് പോയെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അത് ശരിയാണോ? അത് ശരിയല്ലാത്തത് കൊണ്ടാണ് താങ്കൾ മര്യാദകേട് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞാൻ താങ്കളോട് പറയട്ടെ, തന്ത്രിയുടെ വീട്ടിൽ എന്തുകൊണ്ട് പോയില്ല ED എന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. ഞാൻ ഇത് കഴിഞ്ഞ ചോദിച്ചോളൂ, ഇതൊന്ന് കഴിഞ്ഞ ഇതൊന്ന് ഫിനിഷ് ചെയ്ത് താങ്കൾ ചോദിച്ചത് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ചോദിച്ചോളൂ. താങ്കൾ ഒരു അതൊന്ന് തീർന്നിട്ട് താങ്കൾ ചോദിച്ചോ, ഞാൻ പറയാം. പക്ഷെ താങ്കൾ ചോദിച്ചു എന്നോട്, എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിൽ ED കയറാഞ്ഞത്? തന്ത്രിയുടെ വീട്ടിൽ മാത്രമല്ലല്ലോ ED കയറാഞ്ഞത്, ശങ്കർദാസിൻ്റെ വീട്ടിൽ ED കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ED എവിടെയാണ് കയറണമെന്ന് ED അല്ലേ തീരുമാനിക്കുന്നത്? ഈ തന്ത്രിയെ ഒരു രീതിയിൽ പരിരക്ഷിക്കേണ്ട ചുമതല BJPക്ക് ഇല്ലാന്നേ. ഞങ്ങൾ ആദ്യ തുടക്കത്തിൽ തന്ത്രിയല്ല മന്ത്രിയല്ല ആരായാലും ശരി, അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം. തന്ത്രിയുടെ വീട്ടിൽ BJPയുടെ പ്രസിഡന്റ് പോയി, ശങ്കർദാസിൻ്റെ വീട്ടിൽ വേണം ഞങ്ങളും വരാം. ഞങ്ങൾക്കതിനങ്ങനെ ആരെല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ അവരുടെ വീട്ടിലെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. പക്ഷേ ഇവിടെ ഒരല്പ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ആ സംശയമാണ് സാർ ഈ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തന്ത്രിയെ കാണിച്ച് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ SIT ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് സാർ. തലേ ദിവസം തന്ത്രിക്ക് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് പറഞ്ഞ ആളാണ് SITയുടെ ഹെഡ് ശശിധരൻ. ഇതേ ഹൈക്കോടതിയിൽ യാതൊരു പങ്കുമില്ലാന്ന് താങ്കൾ ഇപ്പോൾ ശിവപ്രസാദ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്ത്രി എഴുതി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ തന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നെന്നാ. ഞങ്ങൾ തന്ത്രിയൊന്നും ഇനി എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്, ഇനി എഴുതി കൊടുത്തു എന്ന് തന്നെ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിച്ചോ? ധാർമ്മികമായി തന്ത്രി തെറ്റ് ചെയ്തൊന്നും വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ധാർമ്മികമായ ഒരു തെറ്റുണ്ട്, ഇതൊക്കെ എവിടെ നടക്കുമ്പോൾ തന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ സ്ട്രോങ് ആയി അതൊക്കെ പറയും. പക്ഷെ നിങ്ങളെ മാതിരി പരിരക്ഷിക്കാൻ നടക്കില്ല. ഇപ്പം SITയിൽ പുതിയതായി ചേർത്ത 2 പോലീസുകാരാരാന്നറിയോ നിങ്ങൾക്ക്? SITയെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ, പിണറായി വിജയൻ്റെ അനുജ്ഞ പാലിക്കാൻ 2 SITയിൽ കൊണ്ടുവന്ന പുതിയ 2 പോലീസുകാർ CPMൻ്റെ ഫ്രാക്ഷൻ്റെ നേതാക്കന്മാരാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കണ്ണൂരിലൊരു പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ അന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ ടീമിനെ, ആ സ്പെഷ്യൽ ടീമിനെ കൊണ്ടുവന്നിട്ട് അതേ സ്പെഷ്യൽ ടീമിലെ ആളാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി മത്സരിച്ചത്. ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് സാർ. ശിവപ്രസാദ്, താങ്കൾ ഒരു ഭക്തനല്ലായിരിക്കാം, CPMന്റെ ആളാണല്ലോ, ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഒരു മനുഷ്യത്വമില്ലേ നിങ്ങൾക്ക്? ആ മനുഷ്യത്വം ഗോപാലകൃഷ്ണൻ, സമയം അവസാനിക്കാറായി. ഒന്ന് അദ്ദേഹത്തിലേക്ക് പോട്ടെ. നമ്മുടെ ശിവപ്രസാദ് അല്ല രവിശങ്കറാണ് ഇനിയെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ. അല്ല, പേരെന്ന് പറഞ്ഞോ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ രവിശങ്കർ, സോറി, എൻ്റെ മുമ്പിൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് TV ഇല്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ശിവപ്രസാദ് എന്നാണ് കേട്ടത്. സോറി മിസ്റ്റർ രവിശങ്കർ. ഇനി രവിശങ്കർക്ക് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. രവിശങ്കർ, പെട്ടെന്ന്, സമയമില്ല സാർ. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. വാജിവാഹനം പോലെ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനം തന്ത്രിയെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു? അത് അവിടെ നിന്ന് SITക്ക് കണ്ടെടുക്കേണ്ടി വന്നു. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം അവിടെ കൊണ്ടുപോയി. 2, തന്ത്രിയുടെ അനുജ്ഞ ഇല്ലാതെ ശബരിമലയിൽ നിന്ന് 2 തന്ത്രിയുടെ അനുജ്ഞ ഇല്ലാതെ എങ്ങനെ ശബരിമലയിൽ നിന്നും സ്വർണം പുറത്തേക്ക് പോയി? ഈ 2 കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്ത്രി ഇതിൽ തെറ്റുകാരനാണ് എന്നൊരു ബോധ്യം സാമാന്യമായ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയത്. ഒന്നുകൂടി, ഇവിടെ ഈ പറയപ്പെടുന്ന ആളുകളുടെ ഒരു ജാമ്യാപേക്ഷയിലും ഗവൺമെന്റ് അനുചിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ അവർക്ക് ജാമ്യം ശരി, ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അനിൽ നമ്പ്യാർ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. തന്ത്രി എനിക്ക് ഞാൻ ശബരിമലയിൽ പോയ സമയത്ത് ശബരിമലയിൽ നിന്ന് ഒരു മണി, അതായത് ഈ അവിടെയുള്ള ആളുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന മണിയുണ്ട്, അതേപോലെ ചില മണികൾ ചില ആളുകൾക്ക് തന്ത്രി കൊടുക്കും. ആ തന്ത്രി മണി കൊടുക്കുന്ന മണി അവർ വീട്ടിൽ കൊണ്ടുവെക്കും. അത് മോഷണമല്ല. തന്ത്രിക്ക് അഡ്വക്കേറ്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ തന്ത്രിക്ക് അവകാശപ്പെട്ട ആ ലോഹ വിഗ്രഹ കൊടുത്തത്. ആ ലോഹം വാജിവാഹനം അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊടുക്കുകയാണ്. അത് തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ എവിടെ കൊണ്ടുവെക്കണം? തന്ത്രി
അല്ലാതെ എ കെ ജി തെറ്റാ സെന്ററിൽ സാർ കൊണ്ട് തന്ത്രി വെക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ നിങ്ങൾ എ കെ ജി സെന്ററിൽ കൊണ്ട് വെക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെ എ കെ സംസാരിക്കരുത്. ജി സെന്ററിൽ കൊണ്ട് വെക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ തന്ത്രിയെ തെറി പറയുന്നത്? ഭവനെ ഒന്ന് ഇവിടെ കൊണ്ടുവരണം. അത് ശരിയല്ല സാർ. താങ്കൾ മനസ്സിലാക്കണം, ഒരു കാരണവശാലും തന്ത്രിയെ താങ്കൾ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. തന്ത്രിയെ താങ്കൾ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കൊടിമരം മാറ്റുമ്പോൾ അതിൽ പാലിക്കേണ്ട വരുമോ വളരെ ഗൗരവമായി അങ്ങ് തന്നെ പറഞ്ഞു. അതിൽ ഈ പറയപ്പെടുന്ന വാജിവാഹനം മറ്റൊരു രൂപത്തിൽ മാത്രമാക്കേണ്ടതാണ്. അത് എന്തുകൊണ്ട് തന്ത്രി ആക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് അങ്ങ് മനസ്സിലാക്കിക്കോണം. അറിയാത്ത കാര്യം പറയല്ല. അതിന്റെ തടി അത് അഗ്നിയിൽ കൊണ്ടുപോയി നിങ്ങൾ റിപ്പോർട്ട് വായിക്കുക. അത് അദ്ദേഹത്തിന് അറിയാത്തതല്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. രവിശങ്കറിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പറയല്ലേ? രവിശങ്കർ പന്തളത്തുകാരനാണ്. അദ്ദേഹത്തിന് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം, എല്ലാം അറിയാം. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ നിർവാഹമുള്ളൂ. ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എന്തായാലും ഈ അടപടലം അടിച്ചു മാറ്റിയവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.